നമസ്കാരം. സംസ്ഥാനത്ത് വേനൽ ചൂടിനൊപ്പം മഴയ്ക്കും സാധ്യതയുള്ള സാഹചര്യത്തിൽ UV രശ്മി ഉയർന്ന നിലയിൽ തുടർന്നുവന്ന പുതിയ നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്ന് രാവിലെ 9 മണിയോടെ വിവിധ സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തിയ UV ഇൻഡെക്സ് കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മിതമായതിൽ നിന്ന് ഉയർന്നതുവരെ അപകട സാധ്യത നിലനിൽക്കുകയാണ്. കോഴിക്കോട്, കൊച്ചി, മണ്ണാർക്കാട്, തൃത്താല തുടങ്ങിയ ഇടങ്ങളിൽ UV ഇൻഡെക്സ് 8 മുതൽ 9 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓറഞ്ച് അലർട്ട് വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇത്തരം സാഹചര്യത്തിൽ നേരിട്ട് സൂര്യപ്രകാശത്തിൽ ദീർഘനേരം നിൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. തലശ്ശേരി, മൂന്നാർ തുടങ്ങിയ ചില പ്രദേശങ്ങളും UV നിരക്ക് 9 വരെ ഉയർത്തിയിട്ടുണ്ട്. അതേസമയം കാസർഗോഡ്, ഒല്ലൂർ, വടനാട് എന്നിവിടങ്ങളിൽ UV ഇൻഡെക്സ് 6 മുതൽ 7 വരെയാണ്. ഇത് യെല്ലോ അലർട്ടായി കണക്കാക്കപ്പെടുന്നു. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് പോലുള്ള ചില പ്രദേശങ്ങളിൽ UV നിരക്ക് 5 ആയതിനാൽ താരതമ്യേന കുറവ് അപകട സാധ്യതയാണെങ്കിലും ജാഗ്രത തുടരേണ്ടതുണ്ട്. മഴ സാധ്യത നിലനിൽക്കുകയാണ്. വേനൽ ചൂട് ശക്തമായ സാഹചര്യത്തിൽ വൈകുന്നേരങ്ങളിലും രാത്രിയോട് ചേർന്ന സമയങ്ങളിലും ചില ജില്ലകളിൽ ഇടിയോട് കൂടിയ വേനൽ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ചൂടിൽ നിന്ന് ആശ്വാസം നൽകുന്ന ഈ മഴ ചിലയിടങ്ങളിൽ കാറ്റിനോടും ഇടിമിന്നലിനോടും കൂടിയാകാം. ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഉച്ചയോടടുത്ത സമയങ്ങളിൽ പുറത്തു പോകുന്നത് പരമാവധി ഒഴിവാക്കുക. കുട, തലക്കെട്ട്, സൺസ്ക്രീൻ എന്നിവ ഉപയോഗിക്കുക. കൂടുതൽ വെള്ളം കുടിച്ച് ശരീരത്തിലെ ജലാംശം നിലനിർത്തുക. ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടെങ്കിൽ തുറസായ സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. കുട്ടികളും വയോധികരും പ്രത്യേക ശ്രദ്ധ പാലിക്കുക. ചൂടും മഴയും ഒരുമിച്ച് അനുഭവപ്പെടുന്ന ഈ കാലാവസ്ഥയിൽ ആരോഗ്യ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കേരളത്തിൽ 27-ാം തീയതിയും 28-ാം തീയതിയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചില ജില്ലകളിൽ, മലയോര മേഖലകളിൽ ഒഴികെ 26-ാം തീയതി വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കാണ് സാധ്യത. ഇതിനിടെ സംസ്ഥാനത്ത് പൊതുവെ ചൂട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ്. 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ല എങ്കിൽ പോലും വെള്ളം കുടിക്കുന്നത് തുടരണം. പരമാവധി ശുദ്ധജലം തന്നെ കുടിക്കുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയങ്ങളിൽ ഒഴിവാക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കണം. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ORS ലായനി, സംഭാരം എന്നിവയൊക്കെ കൂടുതലായി ഉപയോഗിക്കുക.